നമ്മുടെ ജീവിതം പുനരുദ്ധരിക്കപ്പെടണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വഴിയിലൂടെ നമ്മൾ എത്തിച്ചേരണം, അല്ലേ? അതിന് ഒത്തിരി മോഡലുകൾ ബൈബിളിൽ കാണുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ ജീവിതം ഉയർത്തെഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, പുനരുദ്ധരിക്കാനുള്ള ഒരു വഴിയെ പറ്റിയാണ്. ബൈബിൾ ഒത്തിരി വഴികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വഴിയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസം കർത്താവിനെ നമുക്ക് പ്രത്യേകിച്ച് ഭരമേൽപ്പിക്കാം. വചനത്തിലൂടെ ആത്മാവ് നമ്മളെ കൂടുതൽ സ്പർശിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-ാമത്തെ അധ്യായം എടുക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-ാമത്തെ അധ്യായം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം ഉച്ചത്തിൽ വായിക്കണം. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അല്ലേ? എന്താണ് വചനം? ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യണമേ. ഒരിക്കലൂടെ വായിച്ച്, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കൊന്ന് സ്വീകരിക്കാം. അതായത് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മുടെ ജീവിതം ഇനിയും ഒന്ന് ഉയർന്നു വരാനായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജീവിതം ഒന്ന് ഗതി പിടിക്കുവാനായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അല്ലേ? പിന്നെന്താണ്? അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യണമേ. അതായത് ജീവിതത്തിൻ്റെ ഏത് തകർന്ന മേഖലകളിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു വലിയ ശക്തി കടന്നു വരുമെന്ന്. അല്ലേ? ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത്, അല്ലേ? പ്രകാശം, ഈ വെളിച്ചം കടന്നു വരുന്നത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അത് എത്രത്തോളം പറയുന്നോ അത്രത്തോളം വലിയൊരു അഭിഷേകമുള്ളൊരു വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. യോഹന്നാൻ 1:3 വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. കാണാൻ പഠിക്കേണ്ട വചനങ്ങളാണ്. വായിച്ചേ. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഉറക്കെ വായിക്കണം. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അല്ലേ? ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരുളിന് കഴിഞ്ഞില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുകയാണ്, കർത്താവേ, നേരത്തെ നമ്മൾ സങ്കീർത്തനം 80-ൽ വായിച്ചത് എന്താണ്? ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അല്ല, നമ്മൾ രക്ഷപ്പെട്ടു പോകേണ്ടവരാണ്, നമ്മളിങ്ങനെ കിടക്കേണ്ടവരല്ല. നമ്മളിങ്ങനെ ഇന്നലത്തേക്കാൾ മോശമായിട്ട് ഇന്ന് കിടക്കുക, കഴിഞ്ഞ വർഷത്തേക്കാൾ അധംപതിക്കപ്പെട്ട് ഈ വർഷമായിരിക്കുക, അങ്ങനെ കിടക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? കർത്താവിൻ്റെ മുഖം പ്രകാശിക്കുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ പ്രകാശം കടന്നു വരുന്നത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അല്ലേ? ആ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ പ്രകാശം ഇരുളിൽ പ്രകാശിക്കുന്നതാണ്. അതിനെ കീഴടക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരുളിന് കഴിഞ്ഞില്ല. നമ്മളൊരു ലൈറ്റ് ഇട്ടാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനവിടെയുള്ള അത്രയും കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇരുട്ടിനെ അകറ്റാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? ഇപ്പം പള്ളിക്കകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതിർത്തിക്കുള്ളിലെ എന്ത് ചെയ്യുള്ളൂ? ആ വെട്ടം കിട്ടുകയുള്ളൂ. ഇനി കറണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് ഫ്യൂസായി പോയി കഴിഞ്ഞാൽ ആ വെട്ടം ഇല്ലാതെ തന്നെ. അപ്പോൾ അതെല്ലാം പരിമിതമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇരുളിൽ പ്രകാശിക്കുന്നു. അല്ലെ? ഇരുളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വേദനകളും പ്രതിസന്ധികളുമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ നല്ലൊരു സ്റ്റൈലിലൂടെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ആത്മീയ നിലവാരത്തിലൂടെയാണ് ജീവിക്കുന്നത്. നമുക്കൊരു തെറ്റിദ്ധാരണ തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒത്തിരി താഴ്ന്ന ലെവലിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ധരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ? നമ്മൾ ഒത്തിരി ലോ ലെവലിലാണ് പൊക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ ദിവസമൊക്കെ കുർബാനയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചകളിലേക്ക് വരുന്നു, നമ്മൾ വേറെ മോശപ്പെട്ട പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല. നമ്മളിങ്ങനെ അതല്ല, അതുമാത്രമല്ല, മനസ്സിലാവുന്നുണ്ട്? അതുമാത്രമല്ല ആത്മീയതയുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ദൈവത്തിലുള്ള പരമമായ ഒരു ആശ്രയബോധം നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് നമ്മളായിരിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ പ്രകാശം വരുന്നത് ആരിൽ നിന്നാണ്?
ദൈവത്തിൽ നിന്നാണ്. ആ പ്രകാശത്തിന് മാത്രമേ ഇരുളിൽ പ്രകാശിക്കാൻ സാധിക്കുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് വചനം? എന്തായിരുന്നു? ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ, അല്ലേ? ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ. ഇതായിരിക്കണം പ്രാർത്ഥന. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇങ്ങനെ നോക്കിയാൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണ്, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല, തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മൾ തന്നെത്താനെ നോക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നോക്കണം, എൻ്റെ ഉള്ളിലേക്കൊരു ക്യാമറ വെച്ച് ഞാൻ നോക്കണം എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എവിടെയൊക്കെയാണ് ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്നത്, ഞാൻ എവിടെയൊക്കെയാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ പറ്റാതിരിക്കുന്നത്, എനിക്ക് എവിടെയാണ് ഞാൻ അകന്നു പോകുന്നത്. ഇത് നമ്മൾ പരമാവധി തിരുത്തണം. അപ്പോഴാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി ആ പുനരുദ്ധരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയെ പറ്റിയാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മുടെ ജീവിതം പുനരുദ്ധരിക്കപ്പെടണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വഴിയിലൂടെ നമ്മൾ എത്തിച്ചേരണം, അല്ലേ? അതിന് ഒത്തിരി മോഡലുകൾ ബൈബിളിൽ കാണുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ ജീവിതം ഉയർത്തെഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, പുനരുദ്ധരിക്കാനുള്ള ഒരു വഴിയെ പറ്റിയാണ്. ബൈബിൾ ഒത്തിരി വഴികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വഴിയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ നല്ല ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം. അല്പനേരം നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ശ്രദ്ധ തന്നാൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുകയുള്ളൂ. നിസ്സാരപ്പെട്ട കാര്യമാണ്, പറഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷേ ഇത് നമ്മൾ കേൾക്കാതിരിക്കാനും നമ്മളെ പല രീതിയിൽ ശല്യപ്പെടുത്താനും പിശാച് പരിശ്രമിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു തടസ്സമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്, ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ജീവിതത്തെ പുനരുദ്ധരിക്കാനായിട്ട് ശ്രമിച്ച ഒരു സ്ത്രീയെ നമ്മൾ ബൈബിളിൽ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സ്ത്രീയെ കാണുകയാണ്. അതാരാണ്? സമരിയാക്കാരി സ്ത്രീയാണ്, അല്ലേ? 4-ാമത്തെ അധ്യായത്തിൽ ഒത്തിരി തകർന്നു പോയൊരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളിലൂടെ അവൾ കടന്നുപോയി, അല്ലേ? അപ്പോൾ പകൽ സമയത്ത് നട്ടുച്ച നേരത്താണ് അവൾ വെള്ളം കോരാനായിട്ട് വരുന്നത്, അല്ലേ? നട്ടുച്ച നേരത്ത് അങ്ങനെ ആരും വെള്ളം കോരാൻ വരാറില്ല, അല്ലേ? എല്ലാവരും ഒക്കെ വെള്ളം കോരാൻ വരുന്നപ്പോഴാണ് രാവിലെയാണ്, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ആരും ഇല്ലാത്തപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് പാത്തും പതുങ്ങിയും പോയി വെള്ളം കോരാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നട്ടുച്ച നേരത്താണ് അവിടേക്ക് ചെന്ന്. അപ്പോഴാണ് സാക്ഷാൽ ദൈവപുത്രൻ ആ കിണറ്റിൻ്റെ കരയിലിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സമരിയാക്കാരി സ്ത്രീ, അല്ലേ? 16 മുതലുള്ള തിരുവചനം, 16 മുതലുള്ള തിരുവചനം വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. ഒരു വ്യക്തിയെ ദൈവം പുനരുദ്ധരിക്കാനായിട്ട് പോവുകയാണ്, അല്ലേ? ഒത്തിരി തകർന്നു പോയൊരു പെൺകുട്ടിയാണ് ഇവള്. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒത്തിരി മുറിവുകളുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ കർത്താവ് പുനരുദ്ധരിക്കുകയാണ്, അല്ലേ? 16 മുതലുള്ള തിരുവചനം. അവൻ പറഞ്ഞു, ഉറക്കെ വായിക്കണം, ഉച്ചത്തിൽ വായിക്കണം. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ മറുപടി പറഞ്ഞു, അല്ലേ? എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ഈശോയ്ക്ക് ഇത് അറിയാമായിരുന്നോ? ഇവൾക്ക് ഭർത്താവില്ല എന്നുള്ളത് ഈശോയ്ക്ക് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു, അല്ലേ? നീ പറഞ്ഞത് കറക്റ്റാണ്, അല്ലേ? അങ്ങനെ കറക്റ്റാണെന്ന് പറയണമെങ്കിൽ ഈശോയ്ക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണമല്ലോ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെന്തിനാണ് ഈശോ ഈ സ്ത്രീയോട് ചോദിച്ചത് നിൻ്റെ ഭർത്താവിനെ? ഇവളെ അങ്ങനെ വിഷമിപ്പിച്ച് എന്തിനാ? അവൾ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീയാണെന്നറിയാം, ഈശോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പറയുകയാണ്, നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി കളിയാക്കുന്നത് പോലെ നമുക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അറിയാമായിരുന്നുവെങ്കിലും ഈശോ ചോദിക്കുന്നത് എന്താണ്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ ഒരു ട്രിക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരിപൂർണമായും നമ്മൾ തന്നെ ഏറ്റുപറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? സുഖപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ അവൻ ബെത്സയിദ കുളക്കടവിൽ കിടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? കുഷ്ഠരോഗിയോട് ചോദിക്കുകയാണ്, നിന്നെ സുഖപ്പെടുത്തുവാൻ എനിക്ക് പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താണ്, ആരാണ് ഭർത്താവ്? അതാണ് അടുത്തൊരു ചോദ്യം, അല്ലേ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിപൂർണമായ ഒരു ആശ്രയത്വത്തിൻ്റെ പേരാണ് ഇവിടെ ഭർത്താവ്.
മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കല്യാണം കഴിച്ച ഒരാളെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പരിപൂർണമായ ആശ്രയം അതാണ് എൻ്റെ ഭർത്താവ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ബിസിനസ്സിലൂടെയാണ് ഞാൻ എല്ലാത്തിലും ആശ്രയിക്കുന്നത്. എൻ്റെ ബിസിനസ്സിനെ ആണെങ്കിൽ എൻ്റെ ഭർത്താവ് ആരാണ്? ബിസിനസ്സാണ്. കാരണം ഞാൻ അതിനെയാണ് കെട്ടിയിരിക്കുന്നത്. എപ്പോഴും ഞാൻ അതുമായിട്ടാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതാണ് നമ്മുടെ ഫോക്കസ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തല. മനസ്സിലാവുന്നുണ്ട്? അതാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈശോ ചോദിക്കുന്നത്. മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ ഈശോ ചോദിക്കുകയാണ്, നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? അങ്ങനെയാണ് ആ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ അവൾ പറയുകയാണ്, എനിക്കൊരു നിയന്ത്രണമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ? അപ്പോൾ ഈശോ പറയുകയാണ്, നിനക്കൊരു നിയന്ത്രണമില്ല എന്ന് നീ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിന്നെ തിരുത്താനോ, നിന്നെ ഉപദേശിക്കാനോ, നിനക്ക് സ്നേഹം തരാനോ, നിന്നെ സ്നേഹബുദ്ധി ഉപദേശിക്കാനോ, നിന്റെ സങ്കടങ്ങൾ കെട്ടിരിക്കാനോ, നീ കരയുമ്പോൾ ഒന്ന് കണ്ണു തുടയ്ക്കാനോ ഒന്നും നിനക്കാരുമില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ആശ്രയം, നിന്റെ പിടുത്തം. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള പിടുത്തങ്ങളൊന്നുമില്ല, എനിക്കങ്ങനെ ആശ്രയിക്കാൻ പറ്റിയ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. മനസ്സിലാവുന്നുണ്ട്? ഞാനൊരു ദ്വീപിൽ താമസിക്കുന്നത് പോലെയാണ്, ഒത്തിരി പേര് ചുറ്റിലും താമസിക്കുന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എലോൺ, ഐ ആം ആൻ എലോൺ, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും പലരെയും ഭ്രാന്തരാക്കി മാറ്റുന്നത്, അല്ലേ? ഒത്തിരി പേര് ചുറ്റിലും ഉണ്ട് എങ്കിലും ആരും കൂടെയില്ല എന്നൊരു ചിന്ത. അതാണ് ഈ സ്ത്രീയോട് ചോദിക്കുന്നത്. സ്ത്രീ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ആരും ഈ ലോകത്തിൽ ഇല്ല. അപ്പോൾ ഈശോ പറയുകയാണ്, പറയാമോ? യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അടുത്തത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. എൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അല്ലേ? നല്ല അഡ്രസ്സുള്ള ഒരാളല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. ഈ 5 ഭർത്താക്കന്മാർ എന്ന് സൂചിപ്പിക്കുന്നത് 5 ദൈവങ്ങളെയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ്, കനാൻ നാട്ടിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. കനാൻ നാട് ഒഴിഞ്ഞു കിടന്നൊരു നാടല്ല. ചില ആളുകളെ പുറത്താക്കിയിട്ടാണ് ആരെ അങ്ങോട്ട് കയറ്റുന്നത്? ഇസ്രായേൽ ജനത്തെ അങ്ങോട്ട് കയറ്റുന്നത്. അങ്ങനെ 5 നാട്ടുകാർ, 5 ദേശക്കാർ, ഉദാഹരണം പറഞ്ഞാൽ ഹിത്യര്, ജബ്യൂസര്, ഫിലിസ്തര്, അമ്മൂന്യര്, അമരൂര്യര് എന്നൊക്കെ പറയുന്ന 5 വംശം, 5 ട്രൈബ്സ്, 5 ട്രൈബ്സ്, 5 വംശം ആളുകൾ എവിടെ ഉണ്ടായിരുന്നു? കനാൻ നാട്ടിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നു? അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ദൈവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമരിയാക്കാര് എന്ന് പറയുന്നത് ഈ 5 വംശത്തിൻ്റെ രക്തപരമ്പരയിൽപ്പെട്ട ആളുകളാണ്. ആര്? ഈ സമരിയാക്കാർ. അവർ ആ ട്രൈബിൽ ഇങ്ങനെ വരുന്ന ആളുകളാണ്. മനസ്സിലാവുന്നുണ്ട്? അവരുടെ പിൻതലമുറക്കാരാണ്. ഈ കാനാന്യരുടെ, ഹിത്യരുടെ, അങ്ങനെ 5 ട്രൈബിൻ്റെ പിൻതലമുറക്കാരാണ് സമരിയാക്കാർ. അവർ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നില്ല. അവർ വിഗ്രഹാരാധനയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നിന്റെ ആശ്രയം ആരിലാണ്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ആശ്രയമൊന്നുമില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, നിനക്ക് 5 ദൈവങ്ങൾ, നീ 5 ദൈവത്തെ ആരാധിച്ചിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പോഴുള്ളത്? പറയൂ, ആരാണ് ഇപ്പോഴുള്ളത്? ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ താമസിക്കുന്നവനർത്ഥത്തിലല്ലത്. നമ്മൾ അവളെ ഒരുപാട് മോശക്കാരിയാക്കിയാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. ഇപ്പോഴുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആരാണ്? പറയൂ, ആരാണ്? യേശുവാണ്. അപ്പോൾ യേശു ആ സ്ത്രീയോട് പറയുകയാണ്, ഇപ്പോൾ നിൽക്കുന്ന എന്നെ നീ ആരായിട്ട് സ്വീകരിച്ചിട്ടുമില്ല, ഒരു ഭർത്താവായി എന്ന് പറഞ്ഞാൽ ഒരു ദൈവമായി നീ എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൽ ഈ ഭർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ക്രിസ്തുവിനെയാണ്. മനസ്സിലാവുന്നുണ്ട്? പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, അല്ലെ? സഭയാകുന്ന മണവാട്ടിയുടെ ശിരസ്സാണ് ആര്? ക്രിസ്തു. സഭ ആരാണ്? മണവാട്ടിയാണ്. അതാണ് നമ്മൾ ഈ കല്യാണത്തിന്റെ ശുശ്രൂഷയിലൊക്കെ, അല്ലെ, സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. കണ്ടോ? അത്യുന്നതനായ ദൈവത്തിന്റെ മണവാട്ടിയാണ് ആര്? തിരുസഭ. തിരുസഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ആരാണ്? മണവാട്ടികളാണ്. മണവാളൻ ആരാണ്? 10 കന്യകമാരുടെ ഉപമ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലേ? വിളക്കുമെടുത്ത് നിൽക്കുന്ന മണവാട്ടികളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി, മണവാളന് വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പോൾ മണവാളൻ ആരാണ്? ക്രിസ്തുവാണ്. പറഞ്ഞേ, മണവാളൻ ആരാണ്? ക്രിസ്തുവാണ്. അല്ലാതെ
35 വയസ്സുള്ള ഒരാളെന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഇവിടെ ഭർത്താവ് എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. അപ്പോൾ നിനക്ക് 5 ദൈവങ്ങളുണ്ടായിരുന്നു. ഈ 5 ദൈവങ്ങൾ നിന്നെ എന്ത് ചെയ്തിട്ടില്ല? നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴുള്ള എന്നെ നീ എന്തായിട്ട് കണ്ടിട്ടുമില്ല, ഒരു ദൈവമായിട്ട്, ഒരു ഭർത്താവായി നീ സ്വീകരിച്ചിട്ടുമില്ല. ഭർത്താവ് എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതം എന്നല്ല എൻ്റെ അർത്ഥം, വിശ്വാസ ജീവിതമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ സ്ത്രീയോട് ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ ഭർത്താവിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൊട്ടടുത്ത് അപ്പോൾ അവൾ പറയുകയാണ്, പ്രഭോ, അങ്ങൊരു പ്രവാചകനാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ഒരു വെറും വഴിയാത്രക്കാരനല്ല, നീ ഒരു പ്രവാചകനാണ് എന്ന് തോന്നുന്നു അല്ലേ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, നീ മിശിഹായാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചു, എന്നാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഇവൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു. ഇവളുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ ഈശോ പറഞ്ഞു കൊടുത്ത വഴിയുടെ പേരാണ് ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കിയേ. അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്? സങ്കീർത്തനം 80 നിന്നാണ് നമ്മൾ പറഞ്ഞത്, ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ. അല്ല, മറന്നു പോകരുത്, ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ. ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അല്ലേ. ഒരു വചനമെങ്കിലും നമ്മളൊരു ശുശ്രൂഷയിൽ നിന്ന് കാണാൻ പഠിക്കണം അല്ലേ. ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് പുനരുദ്ധരിക്കുന്നത്? ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. സമരിയാക്കാരി സ്ത്രീയെ, ഒത്തിരി തകർച്ചയിൽ കിടന്ന ഈ പെൺകുട്ടിയെ കർത്താവ് എങ്ങനെയാണ് പുനരുദ്ധരിച്ചത്? ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഏതാണ് ആ വഴി? ആരാധനയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ അല്ലേ. 24-ാമത്തെ വചനം വായിച്ചേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24 വായിച്ചേ. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആര്? മിശിഹ അല്ലേ. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്ത വഴി എന്താണ്? നീ ആ മലയിൽ ഈ മലയിലൊന്നും ആരാധിക്കരുത്. യഥാർത്ഥ ആരാധകർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ നിന്റെ ജീവിതത്തെ നിനക്ക് എന്ത് ചെയ്യാം? തിരികെ പിടിക്കാം അല്ലേ, തിരികെ പിടിക്കാം. അപ്പം ഇനി അവളുടെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു നട്ടുച്ചയ്ക്ക് വന്നതാണ്. എന്താണ് നട്ടുച്ചയ്ക്ക് വന്നു എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഒളിച്ചും പാത്തുമാണ് ഈ സ്ത്രീ വന്നത്. ആരെയും ഫേസ് ചെയ്യാനായിട്ട് അവൾക്ക് താല്പര്യമില്ല, ആരുടെയും മുഖത്ത് നോക്കാനായിട്ട്. അവളുടെ ഉള്ളിൽ വന്നൊരു മാറ്റം എന്താണ്? 28-ാമത്തെ വചനം വായിച്ചേ. ആ സ്ത്രീ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. വായിച്ചേ. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു അല്ലെ. ആ സ്ത്രീ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയില്ല, അവള് നാട്ടിലേക്ക് പോയി അല്ലെ, പട്ടണത്തിലേക്ക് പോയി. ഒരാളെ കണ്ടാൽ ഭയപ്പെട്ടിരുന്നവൾ ഒരു 100,000 പേരോട് പോയി പറഞ്ഞു, ഞാൻ ആരെ കണ്ടു? മിശിഹായെ കണ്ടു. കണ്ടു അവളുടെ ജീവിതം പെതിയെ അല്ലെ. ഒരു ഭയം, ആളുകളെ ഫേസ് ചെയ്യാനുള്ളൊരു ഭയം, ആളുകളോട് സംസാരിക്കാനുള്ളൊരു ഭയം. ആരാധന നടത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ഭയം വിട്ടുമാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റിയുള്ളതോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഭയത്തെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ ഭയം ദൈവം എടുത്തു മാറ്റും. നട്ടുച്ചയ്ക്ക് വന്നൊരു സ്ത്രീയെ വലിയൊരു സുവിശേഷ പ്രഘോഷകയാക്കി കർത്താവ് മാറ്റി. എങ്ങനെയാണ്? ആരാധന വഴിയാണ്. അപ്പോൾ ആരാധന നമ്മൾ നടത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പം നമ്മൾ പരമാവധി ആരാധനകൾ നടത്തണം, എന്നാലേ നമ്മൾ പുനരുദ്ധരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ തോന്നും നമ്മളിങ്ങനെ നല്ല റെഡിമണിയായിട്ട് പോവുകയാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പല മേഖലകളിലും പുനരുദ്ധരിക്കപ്പെടേണ്ട ആളുകളാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ അല്ലേ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നുമില്ലെന്ന്, പക്ഷെ നമ്മളൊരു ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും പലതും ഇല്ല, പലതും കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പലതും അറിയില്ല അല്ലേ, പരിശോധിക്കുന്നത് വരെ നമുക്ക് പലതും അറിയില്ല അല്ലേ. പരിശോധിക്കാത്തതാണ് നല്ലത്, അത് വേറൊരു കാര്യം. പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ നമ്മൾ അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അറിയുന്നത് പലതൊന്നും ഇല്ലെന്ന് അല്ലേ. എല്ലാം ഉണ്ടെന്നൊക്കെ വിചാരിച്ചാണ് നടക്കുന്നത്. കിഡ്നിയൊക്കെ 2-3 കൊണ്ടെന്ന് വിചാരിച്ച അഹങ്കാരത്തിലാണ് നമ്മൾ നടന്നത് അല്ലേ. ഓപ്പറേഷൻ ടേബിൾ കിടത്തിയപ്പോഴാണ് അറിയുന്നത് ഒന്നേ ഉള്ളെന്ന്.
മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് പലതും നമുക്ക് ഉണ്ടെന്നും വേറെ ചിലത് കൂടുതലുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ പുനരുദ്ധരിക്കപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട വഴി ഏതാണ്? പറഞ്ഞേ, ഏതാണ്? അത്രയെങ്കിലും പറയണം. നമ്മൾ പുനരുദ്ധരിക്കപ്പെടാനുള്ള ഏക വഴി എന്താണ്? ആരാധനയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി നമ്മളത് കാണുന്നത് ഇതിനെപ്പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി കുറച്ച് നേരം എന്നെ വളരെ ശക്തിയോടെ ശ്രദ്ധിക്കണം. ഒരു ബോധ്യമില്ലാതെ നമ്മൾ ചെയ്താൽ അത് അനുഗ്രഹമായി മാറില്ല. എല്ലാവരും ചെയ്യുന്നു, എന്നാൽ പിന്നെ ഞാനും ചെയ്യുന്നു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ 40 കുമ്പിടിയിൽ പള്ളിയിൽ നടത്തും. അച്ഛൻ പറഞ്ഞു എല്ലാവരും കുമ്പിടാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ നമ്മളും കുമ്പിട്ടു, അല്ലേ? ഇടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട്, തീർന്നില്ലല്ലോ, ഇത് ഈ കുറിയലാശ്വം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു ബോധ്യമുണ്ടാകണം. അപ്പോൾ പുനരുദ്ധരിക്കപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട വഴിയെപ്പറ്റി ഞാനിത് പറയുന്നത് എനിക്കിതിനകത്ത് വ്യക്തമായ ഒരു ബോധ്യം ആത്മാവിൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ഇത് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ ഈ ദൈവാരാധന വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ ദൈവാരാധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് ആത്മാവ് കുറേ നാളുകൾ കൊണ്ട് എൻ്റെ ഉള്ളിലൊരു പ്രചോദനം തരുന്നുണ്ട്. ആരാധന വർദ്ധിപ്പിക്കണം. ആരാധന പോരാ, മാസത്തിൽ ഒരു വെള്ളിയാഴ്ച പോരാ എന്ന് ഒത്തിരി നാളുകൊണ്ടേ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചില സമയപരിമിതികൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഒന്നും നമുക്കതിനകത്തേക്കൊന്ന് ഇറങ്ങിയാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ അതിനൊരു പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചെറുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അതായത് ആത്മാവ് തുടർച്ചയായിട്ടും നമ്മുടെ കാതുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ, മനസ്സിലാവുന്നുണ്ടോ, അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ ആരാധന എന്തുകൊണ്ടാണ്, ഒരു സ്ഥലത്ത് ആരാധന നടത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഒരു ഉദാഹരണം, അത് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണെങ്കിലും ഒന്ന് വായിക്കുന്ന നല്ലതാണ്. റോമാലേഖനം 8-ാം അധ്യായം എന്നെടുക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യത്തെ വചനം നമുക്കറിയാവുന്ന വചനമാണ്. റോമാലേഖനം 8:18. എല്ലാവരും എടുത്തോ, അതൊന്ന് എടുക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളതൊന്ന് വായിക്കെങ്കിലും വേണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഇനി ഞാൻ പറയുന്ന വചനങ്ങളെല്ലാം നിങ്ങളത് ബൈബിൾ ഇല്ലാത്തവർ അത് ശരിക്കും ശ്രദ്ധിക്കണം, അല്ലേ? റോമാലേഖനം 8:18. ചില വീടുകൾ പുനരുദ്ധരിക്കപ്പെടാനുള്ള വഴി അതാണ്. ഒരു ഇടവക നവീകരിക്കപ്പെടാനുള്ള വഴി അതാണ്. ഒരു ജീവിതം നവീകരിക്കപ്പെടാനുള്ളൊരു വഴി അതാണ്. നമ്മൾ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറേ ബഹളം വെച്ചു, നമ്മൾ കുറേ അങ്ങോട്ട് പോയി, കുറേ ഇങ്ങോട്ട് വന്നു, കുറേ ഭക്ഷണം കഴിച്ചു, കാര്യമില്ല. ഇപ്പം നമ്മുടെ ആത്മാവിനൊരു ശക്തി വേണം, നമ്മുടെ ഒരു നവീകരണം നമ്മുടെ ഉള്ളിൽ നടക്കണം. വായിക്കാമോ? റോമാലേഖനം 8:18. എല്ലാവരും എടുത്തെങ്കിൽ ഉച്ചത്തിൽ വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലെ, ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലേ? വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആ പാട്ടാണ്, അല്ലേ? ആ വചനമാണ്. അതല്ല, അടുത്ത വചനം മുതൽ ശ്രദ്ധിച്ചു വായിക്കണം. ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. 19 മുതലുള്ള വചനം വായിച്ചേ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താണ് വചനം? സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഇതൊന്ന് വായിച്ചാലൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് പിടികിട്ടില്ല. അത് നമുക്ക് ഉറക്കം വരുന്ന വചനങ്ങളാണ്. പക്ഷെ അതിനകത്തൊരു സൂപ്പർ സാധനം കിടപ്പുണ്ട്. അതിതാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒന്നും വലിയ രസമില്ല, മനസ്സിലാവുണ്ട്. തമാശയൊക്കെ പറഞ്ഞൊക്കെ അങ്ങ് പോകാം, പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഒരാളെങ്കിൽ ഇത് ഒന്ന് ഗ്രഹിച്ചാൽ വളരെ നല്ലതാണ്.
അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ഞാൻ അതിൻ്റെ സമ്മറി പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, കേട്ടാൽ മതി, കേട്ടിരുന്നാൽ മതി, ഒന്ന് കേട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്പം ബുദ്ധിമുട്ടാണ് അതൊന്ന് മനസ്സിലാക്കാൻ. അതായത് ആദ്യത്തെ വചനം എന്താണ്? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടതകളൊക്കെ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലേ? ആ വചനം കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാകും. തൊട്ടടുത്ത് ഇതിലൊന്നും ബന്ധമില്ലാതെ എന്ന് നമുക്ക് തോന്നുന്ന മറ്റൊരു വചനം കർത്താവ് പറയുകയാണ്, സൃഷ്ടപ്രപഞ്ചം. അത് മാത്രം ഒന്ന് വായിച്ചേ, 19-ാമത്തെ വചനം ഒരിക്കൽ കൂടി വായിച്ചേ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മതി ഇങ്ങോട്ട് നോക്കൂ. ഇതെനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറയാം. എനിക്ക് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ശകലമെങ്കിലും മനസ്സിലായത്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ എന്ത് ചെയ്യുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അല്ലേ? സൃഷ്ടപ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചം, ദൈവമക്കൾ, ആരാണ് ദൈവമക്കൾ? ആരാണ് ദൈവമക്കൾ? 14-ാമത്തെ വചനം വായിച്ചേ. 14, റോമ 8:14. ആരാണ് ദൈവമക്കൾ എന്ന് പറയുകയാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലെ? പുത്രന്മാർ എന്ന് പറഞ്ഞാൽ മക്കളാണ്. അപ്പോൾ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. ആരാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്? മാമോദീസ സ്വീകരിച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ച നമ്മളെല്ലാവരും ആരാൽ നയിക്കപ്പെടുന്നവരാണ്? പറയൂ. ദൈവാത്മാവിനാൽ. അപ്പോൾ നമ്മളെല്ലാവരും ആരാണ്? ദൈവമക്കളാണ്. അല്ലേ? നമ്മുടെ അഡ്രസ്സ് എന്താണ്? ദൈവമകൻ അല്ലെങ്കിൽ മകൾ എന്ന്. നമ്മൾ ദൈവമക്കളാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇനി വായിച്ചേ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സൃഷ്ടപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ, ഇത് മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. അല്ലെ? എല്ലാം സൃഷ്ടിയാണ്, സൃഷ്ടാവ് ദൈവമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ എന്ത് ചെയ്യുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ, ശ്രദ്ധിക്കണേ, എന്തിനു വേണ്ടിയാണോ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാൻ ആ ഉത്തരവാദിത്വം ശരിയായി ചെയ്യുമ്പോഴാണ് എൻ്റെ പൂർണ്ണത വെളിവാക്കപ്പെടുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണത്തിന് തിരുവനന്തപുരം അതിരൂപതയിൽ ഒരു വൈദികനായിട്ട് പിതാവ് എന്നെ അഭിഷേകം ചെയ്തു. അല്ലേ? അപ്പം ഞാൻ ആരാണ്? ഒരു വൈദികനാണ്. അപ്പം ഞാനൊരു വൈദികനായി മാറുന്നത് എപ്പോഴാണ്? ആ വൈദികൻ്റെതായ പ്രവൃത്തികൾ ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ ആരായി മാറുന്നത്? വൈദികനായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ആ പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ കുർബാന ചെല്ലണം, ഞാൻ മാമോദീസ കൊടുക്കാനുണ്ടെങ്കിൽ മാമോദീസ കൊടുക്കണം. ഒരു വൈദികൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഞാൻ ചെയ്യുമ്പോഴാണ് വൈദികൻ എന്നുള്ള എൻ്റെ വിളിയെ ഞാൻ എന്ത് ചെയ്യുന്നത്? പൂർത്തിയാക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തായിട്ടില്ല? എൻ്റെ വിളി പൂർത്തിയായിട്ടില്ല. കാരണം ഞാൻ ജോലികളൊന്നും ചെയ്യുന്നില്ല. ഞാൻ 24 ദിവസവും പിന്നെ മണിക്കൂറും മൂന്നാറിൽ ടൂർ പോവുകയും പിന്നെ ഞാൻ തൂത്തുക്കുടി പോവുകയും ഞാൻ ഡൽഹി പോവുകയും ഞാൻ പിന്നെ പല സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ വൈദികൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? എൻ്റെ വെളിപ്പെടുത്തൽ, എന്നെ എന്തിനാണോ ദൈവം വിളിച്ചിരിക്കുന്നത് അത് എന്നിലൂടെ പൂർണ്ണമായും എന്ത് ചെയ്തിട്ടില്ല? പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എപ്പോഴാണ് നല്ലതായി മാറുന്നത്? ഞാൻ എൻ്റെ വൈദികൻ്റെതായ പ്രവൃത്തികൾ ഞാൻ ചെയ്യുമ്പോഴാണ് എന്നിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം പുറത്തേക്ക് വരുന്നത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരാളെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്തു. അപ്പോൾ ആ വ്യക്തിയിലൂടെ എന്ത് വരണം? ഒരു ജോലി പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഒരു സേവനം പുറത്തേക്ക് വരുമ്പോഴാണ് ആ വ്യക്തിയെ, അല്ലെ, ആ വ്യക്തി വെളിപ്പെട്ട് വരുന്നത്. അതിനാണ് അയാളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല, AC റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ പറഞ്ഞുവിടും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? നിന്നെ നിന്ന് പ്രതീക്ഷിച്ചത് ഇതല്ല, അല്ല, നീ ജോലി ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നിന്നിലൂടെ എന്ത് ചെയ്തിട്ടില്ല? ഒരു നല്ലൊരു കാര്യം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്നെ വൈദികനായിട്ട് വിളിച്ചത് എന്നിലൂടെ ആ വൈദിക വൃത്തികൾ, വൈദികൻ്റെതായ രീതികൾ, ജീവിതത്തിൻ്റെതായ സമീപനങ്ങൾ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ, ശ്രദ്ധിക്കണേ, എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിലൂടെ ഒരു കാര്യം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മൾ ആരായി മാറണം? ആരാധന നടത്തുന്നവരായി മാറണം. ഇത്രയേ ഉള്ളൂ നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരൊറ്റ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ് ആ ഉദ്ദേശം? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഞാനെന്ന് പറയുന്നൊരു ദൈവമകൻ്റെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലൂടെ എന്താണ് പുറത്തു വരേണ്ടത്? ആരാധന പുറത്തു വരണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഒരു പൂർണ്ണതയില്ല. എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തിന് യാതൊരുവിധമായ നന്മയും ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണമെന്നാണ്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്നാണ് വചനം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ ആര് വെളിപ്പെട്ടു വരണം? ഈശോ മിശിഹ വെളിപ്പെട്ടു വരണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിലൂടെ ആരാണ് പുറത്തേക്ക് വരേണ്ടത്? നമ്മുടെ ഉള്ളിലൂടെ ദൈവം പുറത്തേക്ക് വരണം. എന്നാലേ നമ്മൾ വെളിപ്പെടുകയുള്ളൂ. ക്രിസ്ത്യാനിയെ കാണുന്ന ഒരുവൻ ക്രിസ്തുവിനെ കാണണം. മനസ്സിലാവുന്നുണ്ട്? മാമോദീസ സ്വീകരിച്ച ഒരുവനെ കാണുമ്പോൾ മാമോദീസ നൽകിയവനെ കാണണം. അപ്പൊ നമ്മളെ കാണുന്ന ഒരാൾ കാണേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ് കാണേണ്ടത്. ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ഒരാൾ കാണേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, നമ്മളെ കാണുന്ന ഒരാൾ ശരിക്കും ദൈവത്തെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്നെ കാണുന്നവൻ ദൈവത്തെ കാണണം. അതുകൊണ്ട് സക്കറിയായിലെ വചനത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, നിന്നെ തൊടുന്നവൻ എന്നെയാണ് തൊടുന്നത്. ഈശോ പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഉണ്ടോ? അപ്പൊ ഇനിമേൽ ഞാനല്ല, കർത്താവാണ്. അപ്പൊ എന്നിലൂടെ പുറത്തു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മൾ എന്ത് നടത്തണമെന്നുള്ളതാണ്? ആരാധന നടത്തണമെന്നുള്ളതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നാലും ഒരൊറ്റ സെൻറ്റൻസ് നിങ്ങൾ മറക്കരുത്. അതിതാണ്, ദൈവം ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണ് ഉദ്ദേശം? ആരാധകരായി മാറുക എന്നുള്ളതാണ്. മനസ്സിലാവണം? നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ഇത് വളരെ വിപ്ലവകാത്മകമായ ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നല്ല. അപ്പം നമ്മൾ താമസിക്കുന്ന ഇടങ്ങൾ എന്തിൻ്റെ സ്ഥലങ്ങളായി മാറണം? ആരാധനയുടെ സ്ഥലങ്ങളായി മാറണം. അല്ലേ, ഒരു ദേശത്തെ ഒരു ഇടവകയെ ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പള്ളി ഇടിച്ചിട്ട് ഇതിനേക്കാൾ വലിയൊരു പള്ളി വെക്കുക എന്നുള്ളതല്ല. ഒരു ദേവാലയത്തെ ഏറ്റവും പ്രധാന, ഇപ്പോൾ നമ്മൾ വലിയ ദേവാലയം വെച്ചു, പക്ഷേ ഇതിനകത്ത് ആൾ വരുന്നില്ലെങ്കിൽ, ഞായറാഴ്ചകളിൽ ആൾ വരുന്നില്ലെങ്കിലും നമ്മളെല്ലാം സൗകര്യം ഒരുക്കി. ഇനി മാത്രമല്ല, പള്ളി AC ആക്കിയെന്ന് വിചാരിക്കുക, ചൂടില്ല. ചൂടായിട്ട് തന്നെ പലരും രാവിലത്തെ കുർബാനയ്ക്ക് ഉറങ്ങുകയാണ്. ഇപ്പോൾ AC കൂടെ ആക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷെ ആൾ വരുന്നില്ലെങ്കിലോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വലിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കി, നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളി വന്നില്ലെങ്കിലോ? അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നുമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി എന്താണ്? ഈ സ്ഥലം അടുത്തൊരു തലമുറയെ ആകർഷിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനുള്ളൊരു പ്രധാനപ്പെട്ട വഴി എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിനി ഒരു അല്പം നേരം പെട്ടെന്ന് പറഞ്ഞ് 8:15 ഞാനത് നിർത്തി, ബാക്കി നമുക്ക് ആരാധന നടത്തി പിരിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ആരാധന നടത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ലേവ്യ പുസ്തകം 26-ാമത്തെ അധ്യായം, ലേവ്യ പുസ്തകം 26-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചനം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? നിങ്ങൾ കണ്ടില്ലേ, ലേവ്യ പുസ്തകം ഉൽപ്പത്തി കഴിഞ്ഞിട്ടാണ് ലേവ്യ കേട്ടോ. വായിച്ചേ. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ, ഞാനാണ് കർത്താവ്. അപ്പോൾ വചനം പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്. എന്താണ്? നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കണം. സാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? പെട്ടെന്നെല്ലാവരും ബംഗാളികളായി മാറിയോ? സാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഞരങ്ങരുത്, ഉറക്കെ പറയും. സാബത്ത് എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞായറാഴ്ച മാത്രമാണോ സാബത്ത്? അല്ല, ദൈവാരാധനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദിവസവും സാബത്താണ്. മനസ്സിലാവുണ്ട്? ഉദാഹരണം പറഞ്ഞാൽ സ്വർഗാരോഹണ തിരുനാൾ അത് ഏത് ദിവസമാണ് വരുന്നത്? ഞായറാഴ്ചയല്ല, വ്യാഴാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അതെന്താണ്? അന്ന് സാബത്താണ്. എന്ന് പറഞ്ഞാൽ ദൈവാരാധന നടത്തണമെന്ന് സഭ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ദിവസവും എന്താണ്? സാബത്താണ്. നമ്മൾ ഞായറാഴ്ച മാത്രമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ഞായറാഴ്ചയുണ്ട്. ഞായറാഴ്ച പിന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന തിരുനാളുകൾ വരുന്ന എല്ലാ ദിവസങ്ങളും സാബത്താണ്. അപ്പോൾ വചനം പറയുകയാണ്, വായിച്ചേ. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും
എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. അല്ലേ, സ്ഥലം, അല്ലേ, ഒരു സ്ഥലം നമ്മൾ പൂജ്യമായി കരുതണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എപ്പോഴും തിരിയൊക്കെ കത്തിച്ച് വെക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഒരു സ്ഥലത്തെ നമ്മൾ പരിശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? ആ സ്ഥലത്ത് ദൈവാരാധന നടത്തണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ, ഞാനാണ് കർത്താവ്. അങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ സാബത്ത് ആചരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തെയും പരിസരത്തെയും ആരാധന കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ദൈവം തരും. വായിച്ചേ 3-ാമത്തെ വചനം. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് എന്ത് നൽകും? മഴ നൽകും. അല്ലേ, മഴ നൽകും. എന്താ മഴ? മഴ എന്ന് സൂചിപ്പിക്കുന്നത് കുറച്ച് കാർമേഘം പോയിട്ട് മഴയായിട്ട് പെയ്യുന്നു, അതല്ല മഴ. ബൈബിളിൽ മഴ എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ കിട്ടേണ്ട ദൈവാനുഗ്രഹത്തിനെയാണ്, ടൈംലി ബ്ലെസ്സിങ്സ്. ഉദാഹരണത്തിന് 30-ാമത്തെ വയസ്സിൽ എനിക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ 65-ാമത്തെ വയസ്സിൽ അത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? കിട്ടിയിട്ട് കാര്യമില്ല. 30-ാമത്തെ വയസ്സിൽ കിട്ടണം. അപ്പം അങ്ങനെ കൃത്യമായ എൻ്റെ പ്രായത്തിനുള്ളിൽ, സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് മഴ. അപ്പോൾ വചനം പറയുകയാണ്, നീ ദൈവത്തെ ആരാധിച്ചാൽ എന്ത് ചെയ്യും? കർത്താവ് നിനക്ക് യഥാകാലം മഴ തരും. അടുത്തത്, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. വൃക്ഷങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് മക്കളെയാണ്. മക്കൾ നല്ല ഫലം തരും, ഒന്നും പേടായി പോവില്ലെന്ന് മനസ്സിലാവും, ഒന്നും ഫലമില്ലാതെ പോവില്ല. അപ്പോൾ ദൈവാരാധന ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തോട് ചേർന്ന് നിന്നാൽ വചനം പറയുകയാണ്, വൃക്ഷങ്ങൾ ഫലം തരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നല്ല മക്കളായി മാറും. അടുത്തത്, നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരി പറിക്കുന്ന കാലം, വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും. അടുത്ത വചനം വായിച്ചേ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ദൈവാരാധന ഒരു ദേശത്ത് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾ സ്വൈരമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തുകൂടി വാൾ കടന്നു പോവുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വചനം പറയുകയാണ്, അല്ല ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവാരാധന ഒരു ദേശത്ത് നടക്കുമ്പോൾ ആ ദേശം സമാധാനത്തിലേക്കെത്തും. ആ ദേശത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. അവിടെ കൊലപാതകങ്ങൾ സംഭവിക്കില്ല. കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകൾ ആ ദേശത്തുനിന്ന് ഉണ്ടാവില്ല. അതാണ് ഈ ദൈവാരാധന നടത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു ദേവാലയത്തിലായിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റു ചില അനുഗ്രഹങ്ങൾ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം. അടുത്ത 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം. 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം. 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. 12 മുതലുള്ള തിരുവചനങ്ങൾ. 2 ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ മുന്നിലോട്ട് പോകണം. കണ്ടോ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കുവാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ, അല്ലെ, മഴ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് മഴ. വെള്ളം പെയ്യുന്നതല്ല മഴ. എന്താണ് മഴ? നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളൊക്കെ ആയി ഒരു വീട് നമുക്ക് കിട്ടേണ്ടതാണ്, അതൊരു മഴയാണ്. ആ മഴ കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? മകൻ്റെ കല്യാണം നടന്നിട്ടില്ല, ഈ സമയത്ത് നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. അതൊരു മഴ കിട്ടാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു മഴ കിട്ടാതെ വന്നാൽ വായിച്ച എന്താ ചെയ്യേണ്ടത്? ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളികളെ നിയോഗിക്കുകയോ ചെയ്യുമ്പോൾ, ദേശത്തെ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഒരു മെച്ചമില്ലാതെ പോവുകയാണെങ്കിൽ അതാണ് കൃഷി. നമ്മൾ ചെയ്യുന്ന ഒരു അധ്വാനത്തിന് ഒരു ഫലമില്ല. അതിങ്ങനെ കുറേ അധ്വാനിക്കുന്നു, അതുവഴി പോകുന്നു, ഒരു മിച്ചമില്ല. അപ്പം അതാണ് ഈ വെട്ടുക്കിളി എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അല്ലാതെ കുറേ കിളികൾ വന്ന് ഇത് കൊത്തിക്കൊണ്ടു പോകുന്ന അർത്ഥമല്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല, നമുക്കൊരു ജോലി കിട്ടുന്നില്ല, നമുക്ക് ആദായ വഴികളില്ല, വരുമാന മാർഗങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെട്ടുക്കിളികളെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 14-ാമത്തെ വചനം, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് എന്തു ചെയ്യും? അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം, കണ്ടോ, ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അടുത്ത വചനം വായിച്ചേ. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകരമായിരിക്കും.
എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. അതായത് ഒരു ദേവാലയത്തിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിലിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വചനം പറയുകയാണ്, എൻ്റെ നിരന്തരമായ കടാക്ഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾ നിഷേധിക്കപ്പെടുകയില്ല. അതാണ് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രത്യേകത. 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ആലയം മാറ്റപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി മുതൽ പകല് സമയത്ത് കുറച്ചു നേരം, അല്പത്തേരേ ഉള്ളൂ, രാവിലെ 9 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് കുറച്ച് പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം സൃഷ്ടപ്രപഞ്ചം മനുഷ്യരുടെ വെളിപ്പെടുത്തലിന് എന്ത് ചെയ്യുകയാണ്? ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് എന്നിൽ നിന്ന് എന്നാണ് ഈ ആരാധന വരുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. നിന്നിൽ നിന്ന് എന്നാണ് ഈ ആരാധന പുറത്തേക്ക് വരുന്നത്? നീ എന്നാണ് ഒരു ആരാധകനായി മാറുന്നത്? ഇതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, നിന്നിൽ നിന്ന് എന്നാണ് ഏറ്റവും നല്ല ഇത് വരുന്നത്. ഏറ്റവും നല്ലത് എന്താണ്? ആരാധനയാണ്. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം ഈ ആരാധനയാണ്. അത് നമുക്ക് എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവൻ നമ്മളെ നോക്കി നിൽക്കണം. അപ്പോൾ വചനം പറയുകയാണ്, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിച്ച് 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 നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില അത്ഭുതങ്ങൾ ആ സ്ഥലത്ത് സംഭവിക്കും. എന്താണ് അത്ഭുതങ്ങൾ? ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം എടുക്കാമോ? സംഖ്യാപുസ്തകം, ലേവ്യര് കഴിഞ്ഞ് അടുത്തതാണ് സംഖ്യാപുസ്തകം. അതായത് സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. 17-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അഹറോന്റെ വടി. കേട്ടിട്ടുണ്ടോ? എന്താണ് അഹറോന്റെ വടിയുടെ പ്രത്യേകത? ചുമ്മാ എന്തെങ്കിലും ഇരുന്ന് പറയാണ്. എന്താണ് അഹറോന്റെ വടിയുടെ പ്രത്യേകത? അഹറോന്റെ വടിയോ? എന്താണ് അഹറോന്റെ വടിയുടെ? കേട്ടിട്ടുണ്ടോ? പച്ച ബൈബിളാണ് ഈ പറയുന്നത്. എന്താണ് അഹറോന്റെ വടി? എന്താണ് അഹറോന്റെ വടി? പറയൂ. കനമുള്ള വടി. അഹറോന്റെ ഭാര്യയെ തല്ലാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടി അല്ലത് അഹറോന്റെ വടി. എന്താണെന്നറിയാമോ? പെട്ടെന്ന് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഇസ്രായേൽ ജനം ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആരാണ് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്? മോശയും അഹറോനുമാണ്, അല്ലേ? കുറേ നാളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം ഒരു അസ്വസ്ഥത, അല്ലേ? ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക്, അതെപ്പോഴേ ഉണ്ടല്ലോ, കുറച്ച് പേർക്ക് ഒരു അസ്വസ്ഥത. പ്രധാനമായിട്ട് അസ്വസ്ഥത ഉണ്ടായത് കോറഹ് എന്ന് പറയുന്ന ഒരാൾക്കാണ്. ആർക്കാണ്? കോറഹ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അയാൾ ഈ ആളുകളോടൊക്കെ ചോദിച്ചിട്ട്, ഈ മോശയും അഹ്റോനും ആണല്ലോ കുറേ നാളുകൊണ്ട് ഈ ഡയറക്ഷൻ തരുന്നത്, ഇവന്മാർക്ക് മാത്രമേ ഡയറക്ഷൻ ഇടാൻ ഇവിടെ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ലേ? എപ്പോഴും ഇവർ പറയുന്ന മാത്രം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? നമുക്കും കൂടെ ഒന്ന് നേതാക്കന്മാരെ കൂടി, ഇവർ ഇത്രയും പ്രായമായിട്ട് ഇവരൊന്നും ചാവത്തുമില്ല, ഈ ഒരു സ്ഥാനം നമുക്ക് തരുത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ആരാദ്യം ഇളകിയെന്നറിയാമോ? കോറഹ് അങ്ങോട്ട് ഇളകി. കോറഹ് എന്ന് പറഞ്ഞാൽ ഈ അഹ്റോന്റെ തന്നെ ഫാമിലിപ്പെട്ട ഒരാളാണ്. കോറഹ് ഇളകി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു കലക്കം ഉണ്ടാക്കി. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഈ ബുദ്ധി ഒരാളുടെ കയ്യിലാണ്. മനസ്സിലാവുന്നു? അത് കേട്ടിട്ട് ബാക്കിയുള്ളൊരു 250 പേര് കൂടി ഇവൻ്റെ കൂട്ടത്തിൽ കൂടി. മനസ്സിലാവുണ്ട്? 250 പേരും കൂടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് പറഞ്ഞു, മോശയോട് അഹ്റോനോട് പറഞ്ഞു, നിങ്ങൾ മാത്രമേ വിശുദ്ധരായിട്ടുള്ളൂ. ശരിക്കും അങ്ങനെയാണ് ചോദിക്കുന്നത്. ഒരു വലിയ വിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഞങ്ങളും ജനമൊക്കെയും ആരാണ്? പരിശുദ്ധരാണ്, എല്ലാവരും പരിശുദ്ധരാണ്, പിന്നെ നിങ്ങൾ പറയുന്ന മാത്രം എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത് എന്ന് വിചാരിച്ച് ഒരു മൊത്തത്തിലൊരു കലഹം ഉണ്ടാക്കി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മൊത്തത്തിലൊരു ഇളക്കം ഉണ്ടാക്കി. എല്ലാവരും മാനമര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലാവുണ്ടോ? മോശയും അഹ്റോനും പറയുന്നത് കേട്ടിട്ട് അവർ നല്ല ഡീസൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്കൊരിളക്കം പറ്റി. അപ്പം എന്താ സംഭവിച്ചത്? അത് ഒരാളിൽ നിൽക്കില്ല. അത് കുറച്ച് പേരൂടെ ചിന്തിച്ചു. അപ്പോൾ അവർക്കും തോന്നിയാ ശരിയാണല്ലോ, നമുക്കും കൂടെ ഇലക്ഷനിൽ നിന്നാൽ എന്താണെന്ന് വിചാരിച്ച് ഈ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ മോശയോട് പറഞ്ഞു, അതെ കുറേ നാളായിട്ട് സഹിക്കുകയാണ്, ഇനി വലിയ ഡയറക്ഷൻ ഇങ്ങോട്ട് പറയണ്ട, ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇനി ഒന്ന് ഒതുങ്ങ്, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശയ്ക്കും അഹ്റോനും ഭയങ്കരമായിട്ടുള്ള വേദന തോന്നി. അപ്പോൾ മോശയും അഹ്റോനും അവരെന്താ ചെയ്യുന്നത് അറിയാം? അവർക്ക് സാധാരണ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ
അവർ നേരെ ഭാര്യ വീട്ടിൽ പോയി പറയുകയല്ല ചെയ്യുന്നത്. അവർ നേരെ സമാഗമ കൂടാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അൾത്താരയ്ക്കകത്തേക്ക് കയറിയിട്ട് സാഷ്ടാംഗം വീണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന് ഇത് കേട്ട് വലിയ അസ്വസ്ഥത തോന്നിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിച്ചോണ്ട് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കോറഹിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറാൻ പറഞ്ഞു. കോറഹിൻ്റെ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ മോശയും അഹ്റോനും ഇവരെ ആളെ വിട്ട് വിളിപ്പിച്ചു. അതെ, കർത്താവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയതുമില്ല. ഇവരുടെ കൂടാരത്തിൽ തന്നെ ഇരുന്നു. അതായത് അയാൾ വിളിക്കുമ്പോൾ വരാൻ ഞങ്ങളാരെയാണ്? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് നാടൻ ഭാഷയാണ്, ബൈബിളിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ലേ, ഞാൻ പിന്നെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയാണ്, അവർ വിളിക്കുമ്പോൾ വരാൻ ഞാനാണ്. അത് കർത്താവാണ് വിളിക്കുന്നത്. പിന്നെ കർത്താവ് ഞങ്ങളെയും വിളിക്കും. ഇന്നലെ ഞങ്ങൾ രാത്രി കർത്താവിനോട് വാട്സപ്പിലൂടെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നില്ല. അപ്പം മോശയും അഹ്റോനും ഈ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവ് മേളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്. കർത്താവ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കർത്താവിൻ്റെ കോപം ആകാശത്ത് നിന്ന് തിളച്ചു മറിയുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. തിളച്ച് മറിയുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആ പാത്രത്തിൽ കൊള്ളുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അതിൻ്റെ പരിധി വിട്ട് തിളച്ചു തൂവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തിളച്ചിട്ട് അങ്ങോട്ട് മറിയുകയാണത് അങ്ങോട്ട്. അപ്പം ഇത് മോശയ്ക്ക് മനസ്സിലായി. കാരണം ജനം ഒത്തിരി പേര് ഈ കർത്താവ് ഇങ്ങനെ ഒരു തീ അയക്കുമ്പോൾ അതിനകത്ത് കോറഹ ആരാണ്, കോറഹൻ്റെ അമ്മായിപ്പൻ ആരാണെന്നും നോക്കത്തില്ല. ആ കൂട്ടത്തിൽ നിന്ന് എല്ലാവരെയും അടിച്ചുകൊണ്ട് പോകും. അപ്പം ഈ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ മോശ പറഞ്ഞു, കർത്താവെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, കോറഹ് എന്തി? അത് കോറഹ് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മോശയോട് പറഞ്ഞു, കോറഹിൻ്റെ ഭവനത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ജനത്തോട് മാറാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ മോശയും അഹ്റോനും പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കർത്താവ് അരുളി ചെയ്യുന്നു, കോറഹിൻ്റെ ഭവനത്തിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പോൾ കുറേ ശിങ്കിടികൾ കോറഹിൻ്റെ കൂടെ ഉണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ എന്തോരം ഓണം ഉണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇല്ലേ KSRTC ബസ്സിൻ്റെ മുമ്പിൽ മാക്രി നിൽക്കുന്ന പോലെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കോറഹിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് എല്ലാവരോടും മാറാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? കുറച്ചുപേര് മാറിയില്ല. പെട്ടെന്ന് കർത്താവിൻ്റെ കോപം ഇറങ്ങി വന്നു. 16-ാമത്തെ വചനം 31 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, മോശ ഇത് പറഞ്ഞപ്പോഴേക്കും ഭൂമി രണ്ടായിട്ട് പിളർന്നു. മനസ്സിലാവണോ? ഭൂമി രണ്ടായിട്ട് പിളർന്നിട്ട് കോറഹും അവൻ്റെ കൂടെയുള്ളവരും നേരെ അടിയിലോട്ട് പോയി മണ്ണ് അതിനെ മൂടി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതായത് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ അവർ നിലവിളി ഉയർത്തി. എന്നാൽ കർത്താവ് പറഞ്ഞതാണ്, കർത്താവ് തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പം നമ്മൾ അയാളുടെ വാക്ക് കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? മോശയ്ക്കെതിരെ ഭിന്നിച്ച് നിന്ന ആളുകളെ എന്ത് ചെയ്തു? ഈ ഭൂമിക്കടിയിലേക്ക്, കണ്ടോ, ഭൂമി വാവിളർന്ന് കോറഹിനെയും അനുജനന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകളോടുകൂടി വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോടുകൂടി ബന്ധപ്പെട്ടവരും, കണ്ടോ, അവരും അവരോടുകൂടി ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. പിന്നെ അവരുടെ അഡ്രസ്സേ ഇല്ല, അവന്മാരെല്ലാം അടിയിലേക്ക് പോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇത് കഴിഞ്ഞിട്ടും ഇവരുടെ കലി അടങ്ങിയിട്ട്, അത് കുറേ ആളുകൾ വീണ്ടും അസ്വസ്ഥരാണ്. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, ഒരു കാര്യം കൂടി ചെയ്യണം. ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നറിയിക്കാൻ വേണ്ടി 12 ഗോത്രങ്ങളാണുള്ളത്. 12 ഗോത്രങ്ങളിൽ നിന്നും നേതാക്കന്മാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട അഹ്റോനെയാണ് ദൈവം പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ജനത്തിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെടാൻ വേണ്ടി, അതായത് ഞങ്ങൾക്കും പൗരോഹിത്യം ശുശ്രൂഷ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഈ ഉടുപ്പ് ഇട്ടിറങ്ങാൻ തുടങ്ങി. മനസ്സിലാവുണ്ട്? അൾത്താരയുടെ സൈഡിൽ ഇരിക്കുന്ന കാപ്പയിട്ട് എല്ലാവരും പുരോഹിതന്മാരാന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. വലിയൊരു തകർച്ചയാണത്. എല്ലാവർക്കും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അനുവാദമില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് 12 ഗോത്രങ്ങളെയും വിളിക്കാൻ പറഞ്ഞു. 12 ഗോത്രങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ വിളിച്ചിട്ട് ഓരോരുത്തരും ഓരോ വടി വീതം കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോ വടി. അങ്ങനെ 12 വടികൾ കൊണ്ടുവന്നു. 12 വടികൾ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവച്ചു എന്നറിയാമോ? സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു ഒരു സന്ധിക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിനി നാളെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു വടി, അപ്പോൾ ഓരോരുത്തരുടെയും പേരെഴുതിയിട്ടുണ്ടാകാം, അവരുടെ വടി കണ്ടാൽ ഏത് ഗോത്രത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ 12 എണ്ണം. അതിൽ ഒരു വടി പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അതെന്ത് ചെയ്തിരിക്കുന്നു? ഒരു വടി പൂത്തു തളർത്ത് അതിൽ ബദാം പഴങ്ങൾ ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുന്നതായിട്ടും കായ്ച്ചു നിൽക്കുന്നതായിട്ടും കണ്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ജനത്തോട് പറഞ്ഞു, ആരുടെ വടിയാണോ
എന്ത് ചെയ്തത്? പൂത്തു തളിർത്തത്. അതാണ് അതായത് യഥാർത്ഥ പൗരോഹിത്യം, അല്ലെങ്കിൽ പുരോഹിതനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് അഹറോന്റെ വടി. ഇത് പിന്നീട് എടുത്ത് സാക്ഷ്യ പേടകത്തിൽ, വാഗ്ദാന പേടകത്തിൽ സൂക്ഷിക്കാനും ദൈവം കൽപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വാഗ്ദാന പേടകത്തിൽ ഈ അഹറോന്റെ തളിർത്ത വടി സൂക്ഷിക്കുകയാണ്. അങ്ങനെ സൂക്ഷിക്കാനും തലമുറകൾക്ക് അടയാളമായിട്ട് അത് സൂക്ഷിക്കാനും പറഞ്ഞു. നിങ്ങളിനി യൗസേ പിതാവിൻ്റെ ഫോട്ടോ കണ്ടാൽ യൗസേ പിതാവിൻ്റെ കയ്യിലുള്ള ഒരു വടി ഇങ്ങനെ പൂത്തിരിക്കുന്നത് കാണാൻ പറ്റും, അല്ലേ? അതെന്തിനെ സൂചിപ്പിക്കുന്ന അറിയാമോ? അത് ചിത്രകാരൻ്റെ ഭാവനയാണെങ്കിലും അത് ഇംപ്ലൈ ചെയ്യുന്നത് ഈ യൗസേ പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഈശോ ആരാണെന്നുള്ളതാണ്, നിത്യപുരോഹിതനാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? കയ്യിലിരിക്കുന്ന പൂത്ത കമ്പ് സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. അപ്പോൾ എൻ്റെ പോയിന്റ് അതല്ല, ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതായത് സമാഗമ കൂടാരം, ദൈവാരാധന നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയേ, അഹറോൻ ഒരു കമ്പ് കൊണ്ടുവച്ചു, ഒരു വടി കൊണ്ടുവച്ചു. പിറ്റേ ദിവസം അതെന്തായി മാറി? അതൊരു മരമായിട്ട് പൂത്തു തളിർത്തു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മിസ്റ്റർ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഈ വടി എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് പൂത്തു തളിർത്ത് ഒരു വൃക്ഷമായിട്ട് മാറിയത്? ഈ വടി കൊണ്ട് വെക്കുമ്പോൾ അത് കുഴിച്ചൊന്നും അല്ല വെക്കുന്നത്. അപ്പൊ അതിന്റെ വേരെവിടെ പോയി? അതിന്റെ വേരെവിടെയാണ്? അതിന്റെ വേര് എവിടെയാണ്? അതായത് പുരോഹിതത്തിനാണ് സൂചിപ്പിക്കുന്നത്. പുരോഹിതന്റെ വേര് എവിടെയാണ്? സക്രാരിക്കകത്താണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മിസ്റ്റർ പറഞ്ഞേ ഹല്ലേലൂയ. സക്രാരിക്കകത്ത് നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് വളരുന്നവനാണ് പുരോഹിതൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് സൂചിപ്പിച്ചു. അപ്പൊ പുരോഹിതൻ വളരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ പുരോഹിതന്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിലാണ്. പുരോഹിതന്റെ സ്ഥാനം കർത്താവിൻ്റെ ഹൃദയത്തിലാണ്. അപ്പൊ ഇവിടെ അഹറോന്റെ ഒരു വടി പൂത്തു തളിർത്തത് എവിടെ കൊണ്ട് വെച്ചപ്പോഴാണ്? ആരാധന നടത്തുന്ന ഒരു സ്ഥലത്ത് ഒരു വടി കൊണ്ട് വെച്ചപ്പോൾ ആ വടി എന്തായി മാറി? ഫലമുള്ള ഒരു വടിയായിട്ട് മാറി. അപ്പൊ അതായത് പ്രിയമുള്ളവരെ, ഒരു സ്ഥലത്ത് ആരാധന നടന്നാൽ ഉണങ്ങിയ ജീവിതങ്ങളൊക്കെ പുഷ്പിക്കാൻ തുടങ്ങും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ പൂത്തു തളിർക്കാൻ തുടങ്ങുന്നത് ആരാധനയിലാണ്. ഉണങ്ങി വരേണ്ട ഒരു ജീവിതം പൂത്തു തളിർക്കാൻ തുടങ്ങുന്നത് എവിടെയാണ്? ആരാധനയിലാണ്. സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ആരാധന നടത്തുന്ന സ്ഥലത്തിന് മുമ്പിൽ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവച്ചപ്പോൾ പിറ്റേ ദിവസം അത് വളർന്നു വലുതായി ഒരു മരമായി മാറി. അതാണ് ആരാധന നടത്തുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകണം. എത്രത്തോളം ആരാധന ഇടങ്ങൾ ഉണ്ടാകാമോ അത്രത്തോളം അഭിഷേകം ആ സ്ഥലത്തേക്ക് ദൈവം ഒരുക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം പൂർത്തിയാക്കും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരില്ല. അതാണ് ആരാധനയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തി 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 നമ്മുടെ ഈ ദേശത്തെ എന്ത് ചെയ്യണം? പുഷ്പിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വരണ്ട് കിടക്കുന്ന മേഖലകളിലേക്ക് കർത്താവിൻ്റെ വലിയ അഭിഷേകം. അപ്പോൾ കുറച്ച് ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാവർക്കും അഭിഷേകമായിട്ട് മാറും, അല്ലേ? ഇപ്പം ഇവിടെ നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മഴ പെയ്താൽ ആരാ നനയുന്നത്? എല്ലാവരും നനയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും നനയും. എന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരാണ് ആരാധന നടത്തുന്നതെങ്കിലും ഒരു മഴ പെയ്യുമ്പോൾ, ഒരു അനുഗ്രഹം വരുമ്പോൾ അതെല്ലാവർക്കും കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ എന്ത് വേണം? നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ ആരാധന ചാപ്പലുകൾ ഉയർന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 24 മണിക്കൂറും ദൈവാരാധന നടത്തുന്ന ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റിയാൽ അതൊരു മഹാഭാഗ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ കർത്താവിൻ്റെ ഭവനത്തിൽ ഒരു നിമിഷമായിരിക്കുന്ന എത്രയോ നല്ലതാണെന്നാണ് 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്യസ്ഥലത്ത് പല സ്ഥലങ്ങളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ മുമ്പിൽ 1 മിനിറ്റ് ഇരിക്കുന്നത് എത്രയോ നല്ലതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഉയർന്നു വരാനായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ച് നമ്മളൊരു ആരാധന ചാപ്പൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരാധന ഓൾറെഡി ഈ സൈഡ് ഓൾട്ടറിൽ ആരാധന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ ആരാധന നടക്കുകയാണ്. ഇതെല്ലാവരുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്. ആരാധന നടത്താതെ നമ്മുടെ കുടുംബങ്ങൾ ഉയരുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആരാധന നടത്താതെ ഇടവകയും ദേശവും ഉയരുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എത്ര ജിംനാസ്റ്റിക് കാണിച്ചാലും, എത്ര ഉയരത്തിൽ ഗോപുരങ്ങൾ പണിതാലും, എത്ര കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയലായിട്ട് ചെയ്താലും ദൈവാരാധന നടത്തിയില്ലെങ്കിൽ ആ സ്ഥലത്ത് അഭിഷേകം ഉണ്ടാവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. അപ്പോൾ ആരാധന നടത്തിയാൽ ആ സ്ഥലത്തിൽ എന്തുവരും? വ്യത്യാസം വരും. ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനയാണ് കാൽവരി മലയിലെ ആരാധന, അല്ലേ? ഈശോ നടത്തിയ കുരിശിൽ മരിച്ച ആരാധന, അതാണ് വിശുദ്ധ കുർബാന. ഏറ്റവും വലിയ ആരാധന.
എന്ത് സംഭവിച്ചു? ഈശോ ആരാധന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഥലത്തിൽ വ്യത്യാസം ഉണ്ടായി. ഗോകുൽത്ത മല എന്ന് പറഞ്ഞാൽ ഈശോ മരിക്കുന്ന സമയം വരെയും ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജെറുസലേം നഗരത്തിൻ്റെ പുറത്ത് ആ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വലിച്ചെറിയപ്പെടുന്ന ഒരു താഴ്വരയുടെ പേരായിരുന്നു ഗാഗുൽത്ത മല. അതിൻ്റെ മറ്റൊരു പേര്, ബൈബിളിൽ പറയുന്ന മറ്റൊരു പേര് ബെൻ ഹിന്നോം താഴ്വര എന്നാണ്. എന്താണ്? ബെൻ ഹിന്നോം താഴ്വര എന്നാണ്. ബെൻ ഹിന്നോം താഴ്വര. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1-2 വചനങ്ങൾ അവിടെയുണ്ട്. ബെൻ ഹിന്നോം താഴ്വര, ജെറമിയായുടെ പുസ്തകം 19-ാം അധ്യായം 6-ാം തിരുവചനം അതെടുക്കാം, അതും കൂടെ കണ്ടിട്ട്. ജെറമിയായുടെ പുസ്തകം 19-ാം അധ്യായം 6-ാം തിരുവചനം. ഒരു സ്ഥലം എങ്ങനെ മാറുന്നത്, ദുർഗന്ധം കൊണ്ട് മൂക്കുപൊത്തുന്ന ഒരു സ്ഥലത്തെ ദൈവം മാറ്റുന്നത് എങ്ങനെയാണ്? ജെറമിയായുടെ പുസ്തകം 19-ാം അധ്യായം 6-ാം തിരുവചനം വായിച്ചേ. ജെറമിയ 19:6. അതാണ് ഗാഗുൽത്ത മലയുടെ ഒരു റെഫറൻസ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലം തോഫത്ത് എന്നോ ബെൻഹിന്നോം താഴ്വര എന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു, കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക. അപ്പോൾ കർത്താവ് മരിച്ച ആ താഴ്വരയുടെ പേര് ബെൻഹിന്നോം താഴ്വര എന്നാണ്. ആ താഴ്വര എങ്ങനെയാണ് ഏറ്റവും മോശപ്പെട്ടതെന്നറിയാമോ? മോളക്ക് എന്ന് പറയുന്ന ഒരു ദേവന് മകനെ ബലിയർപ്പിച്ച ഒരു രാജാവ് എന്ത് ചെയ്തു? ഒരു ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നരബലി നടത്തിയതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലാണ്. 2 ദിനവൃത്താന്തം 28-33 അധ്യായങ്ങളിലാണ് നമ്മളത് കാണുന്നത്. മോളക്ക് എന്ന് പറയുന്ന ഒരു ദേവന് എന്ത് ചെയ്തു? ഒരു മകനെ ആര് ബലി കഴിച്ചു? ഒരു രാജാവ് ബലി കഴിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ ബലി കഴിച്ചു. അപ്പം നരബലി നടന്ന്, അപ്പം അത്രയും നികൃഷ്ടമായ ഒരു സ്ഥലമാണ് ഏത് താഴ്വര? ബെൻഹിന്നോം താഴ്വര. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കൊലയുടെ താഴ്വര എന്നാണ് അത് വിളിക്കപ്പെടുന്നത് എന്നാണ് ജെറമിയായിൽ വായിക്കുന്നത്. ഈ താഴ്വരയിൽ ഇന്ന് നമ്മൾ പോയാൽ എന്ത് സംഭവിക്കും? ഗാഗുൽത്ത മലയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ ഗാഗുൽത്ത മലയിൽ പോയാൽ 10,000-ങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയാണ് വ്യത്യാസം വന്നത്? ഒരാരാധന അല്ലേ, കർത്താവിൻ്റെ കാൽവരി മലയിലെ ആ ബലി നടന്നു കഴിഞ്ഞപ്പോൾ ബെൻഹിന്നോം താഴ്വര എന്തായി മാറി? ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലമായിട്ട് മാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ഈ ഹോളി ലാൻഡിലൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ ഈ മണ്ണൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലേ, ഈ ഗാഗുൽത്ത മലയിലെ മണ്ണാണ് അല്ലേ. അത് കൊണ്ടുവന്നാൽ കർത്താവിൻ്റെ രക്തം വീണ മണ്ണാണ് എന്നാണ് പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മുഴുവൻ മോശമായിരുന്ന ആളുകൾ പോകാൻ അറച്ചിരുന്ന ഒരു സ്ഥലം ഇന്ന് അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരിടമായി മാറി. ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കും, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ സംഭവിക്കും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൽ ദൈവാരാധന നടത്തി കഴിയുമ്പോൾ ദൈവം ഒരു സ്ഥലത്തെ, ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ തുടങ്ങും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മണ്ണ് കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മണ്ണാണ്. മനസ്സിലാണ്? നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഈ പരിസരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവാരാധന നടത്തുവാനായി ദൈവം തിരഞ്ഞെടുത്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ ദേവാലയത്തോട് ചേർന്നാണ് നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ അടിക്കല്ലിൻ്റെ ബലമാണ് നിന്റെ വീടിൻ്റെ ബലം. ഈ ദേവാലയത്തിൻ്റെ അടിക്കല്ല് തകർന്നാൽ നിന്റെ വീട് തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദേവാലയത്തെ ഏറ്റവും പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം. അവിടെ ദൈവാരാധനകൾ ഇങ്ങനെ ആവർത്തിച്ച് നടത്തപ്പെടും. അപ്പോൾ നമ്മൾ ഈ ആരംഭിച്ചിരിക്കുന്ന ആരാധന അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീരേണ്ടതല്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കടന്നു വരണം, സമയം കിട്ടുമ്പോഴൊക്കെ വരണം, പകൽ സമയങ്ങളിലൊക്കെ വരണം. നമ്മളൊരു ആരാധന ചാപ്പൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായി വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കാനുള്ള അതിപരിശുദ്ധമായ ഒരു സ്ഥലം അല്ലേ, ഒന്നിലധികം സ്ഥലങ്ങൾ ഈ ദേശത്തുണ്ടാകണം. എത്രത്തോളം ആരാധനാ സ്ഥലങ്ങൾ ഒരു ദേശത്തുണ്ടോ അത്രത്തോളം നിങ്ങൾ ആ ദേശത്ത് സുരക്ഷിതരായിരിക്കും, നിങ്ങളുടെ തലമുറകൾ സുരക്ഷിതരായിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, അതാണ്, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങളുടെ തലമുറകൾ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി വന്ന് കർത്താവിനെ കാണണം, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? സക്രാരിക്കകത്ത് പൂട്ടിവെക്കപ്പെടേണ്ടവനല്ല കർത്താവ്. അത് തുറന്നിരുന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. അപ്പം അങ്ങനെ ഒരു മനസ്സിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സിലാവും? അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പം അത് മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം നമ്മെ സഹായിക്കണം. അതൊരു ആവേശത്തിന് ചെയ്യുന്നതല്ല, കൃത്യമായിട്ടും കർത്താവിൻ്റെ വലിയൊരു പ്രേരണ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങൾ ആ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവാരാധകരായി മാറണമെന്നുള്ളതാണ് ഈ പ്രപഞ്ചം നമ്മിൽ നിന്ന് ആഗ്രഹിക്കും. നമ്മിൽ നിന്ന് എന്താണ് വെളിപ്പെട്ട് വരേണ്ടത്? നമ്മിൽ നിന്ന് ഏറ്റവും നല്ലത് വേണം പുറത്തേക്ക് വരാൻ.
ഏറ്റവും നല്ലത് ഏതാണ്? ആരാധനയാണ്. ആരാധനയേക്കാൾ നല്ലൊരു കാര്യം നമ്മിൽ നിന്ന് പുറത്തേക്ക് വരാനില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.